ദിമിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് റിവേഴ്സ്ഡ് ഓഫർ നൽകിയിട്ടുണ്ട്. അത് സത്യമാണ്, ഞാൻ അറിയാൻ കാര്യമാണ്. പിന്നെ ബാക്കി നോഹാസ് വഴി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നുണ്ട്. അഡ്രിയാൻ ലൂണയ്ക്ക് 1 വർഷത്തെ കൂടെ കോൺട്രാക്ട് ശേഷിക്കുന്നുണ്ട്. ലൂണയുടെ കാര്യത്തിൽ കുറേ കണ്ടന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തൽക്കാലം അത് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലാത്തൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ എന്ത് മാങ്ങാത്തനെയാണ് കാണിക്കുന്നത്. കോച്ചിനെ ഫിക്സ് ചെയ്യാതെ പ്ലേയേഴ്സിനെ വാങ്ങിച്ച് കൂട്ടുക എന്ന് പറയുന്നത് ബുൾഷിറ്റ്, മണ്ടത്തരം എന്നല്ല, ഒന്നും പറയാനില്ല. കാരണം ഇപ്പം ഓക്കെ, നോഹ ഐസല്ല പ്രൂവൺ പ്ലെയർ ആണ്, ദിമിത്രിയോസ് ഡെമിനിക്കോസ് പ്രൂവൺ പ്ലെയർ ആണ്, അഡ്രിയാൻ ലൂണ ഇനി അങ്ങനെ പ്രൂവ് ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. പെർഫെക്റ്റ് അസറ്റാണ് അത് ഏത് ടീമിനാണെങ്കിലും. ഓക്കെ ഗുഡ്. പക്ഷേ ബാക്കി നമ്മൾ ട്രാൻസ്ഫർ മാർക്കറ്റിലെ കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട്, ട്രാൻസ്ഫർ പോളിസീസ് ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. മൈ ക്വസ്റ്റൻ ഈസ്, ഇപ്പം നമുക്ക് താരങ്ങളുണ്ട്, ഓക്കെ നല്ല കാര്യമാണ്. ഈ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഒരു കോച്ചില്ല, ഒരു കോച്ചിനെ പുതുതായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടല്ലോ. പുതുതായിട്ട് വരുന്ന കോച്ചിന്റെ സിസ്റ്റത്തിന് ആവശ്യമില്ലാത്ത താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ താരങ്ങളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? അതൊരു ക്വസ്റ്റനല്ലേ? പുതിയൊരു പരിശീലകനെ കൊണ്ടുവരുമ്പോൾ അയാളുടെ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ള താരങ്ങളെ കൂടി കൊണ്ടുവരേണ്ടതല്ലേ? ഇപ്പം സെർജിയോ ലൊബേറ ക്ലബ്ബുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അപ്പം ഒരു പരിശീലകൻ വരുമ്പോൾ അയാൾക്ക് ഒരു ഫേവറേറ്റ് പാക്ക് ഓഫ് പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം പരിശീലകനെ ഫിക്സ് ചെയ്യാതെ റാൻഡമായിട്ട് കുറെ താരങ്ങളെ കൊടുക്കാന്നുള്ള പരിപാടി ബ്ലാസ്റ്റേഴ്സ് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന മണ്ടപ്പരം. അതായത് ആദ്യം കുറെ പ്ലേയേഴ്സിനെ ഇട്ട് കൊടുക്കും, എന്നിട്ട് ഒരു പരിശീലകനെ ഇട്ട് കൊടുക്കും. പരിശീലകൻ ഇതിനകത്തുനിന്ന് ഒരു ബെസ്റ്റ് ലെവൻ ഉണ്ടാക്കണം. അല്ലാതെ പരിശീലകൻ വന്നിട്ട് പരിശീലകന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള താരങ്ങളെ ചൂസ് ചെയ്യുന്നത് അതാണ് ഒരു കറക്റ്റ് ഫോർമുല എന്നാണ് എന്റെ വിശ്വാസം. നിലവിലെ ബ്ലാസ്റ്റേഴ്സ് എത്രയൊക്കെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നാൽ പോലും കൃത്യമായിട്ടൊരു കോച്ചിന്റെ കാര്യത്തിൽ ധാരണ ഇല്ലാത്ത പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നത് വെറുതെയാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിന്റെ കാര്യത്തിൽ വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇത്രയും മണ്ടത്തരങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, ഞാൻ മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഇപ്പം ഓക്കെ സ്പോർട്സ് നോക്കുന്നുണ്ട്, എന്റർടൈൻമെന്റ് ആണ്, കാര്യങ്ങളാണ്, നല്ലതാണ്. പക്ഷേ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കണം. അതായത് നമുക്ക് ഈ ഓക്കെ നമ്മളുടെ കുറച്ച് സമയത്ത് എന്റർടൈൻമെന്റ് ആണ് സ്പോർട്സും കാര്യങ്ങളൊക്കെ, പക്ഷേ നമുക്ക് ലൈഫിന് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. എനിക്ക് തന്നെ മടുപ്പാവുന്നുണ്ടോ എന്തിനിടെ ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എനിക്ക് തോന്നില്ല ആർക്കും പ്രയോജനമൊന്നുമില്ലെന്ന്. ഞാൻ വന്ന് ചുമ്മാതെ വയറിളകുന്ന വാക്കുകളുടെ പ്രക്ഷേപണം പോലെ, അതായത് വെർബൽ ഡയറിയാണ് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വരികയാണ്. നിങ്ങൾ കമന്റ് ഇടുന്നതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ തള്ളുവാണ്, മീൻസ് യൂസ്ലെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ല, പണ്ട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ലീഗൽ ഇൻഫർമേഷൻ, ഡെയിലി ലൈഫിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ എവിടെയൊക്കെ വെച്ച് കാര്യങ്ങൾ കൈവിട്ട് പോയതാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടോ? എനിക്കിത് വേസ്റ്റ് സംഗതിയായിട്ടാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ ഫോളോ ചെയ്താൽ മതി.